സ്റ്റിൽ ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു പെൺകുട്ടി കേസ് കൊണ്ടുകൊടുത്ത പോലീസ് FIR ഇടും, പുള്ളിക്കെതിരെ കേസെടുക്കും, വാർത്ത വരും, അതിനുശേഷമേ ഈ പറഞ്ഞ പ്രൂഫുള്ളൂ. ആ ഒരു സിസ്റ്റത്തിനെതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ആ സിസ്റ്റം മാറുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മൾ മിഷൻ മെൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ നമ്പർ 1 അത് തന്നെയാണ്. ആ ഒരു അമെൻമെൻറ്റാണ്. ലൈക്ക് നമ്മളൊരു ആളെ പ്രതി ചേർക്കപ്പെടുമ്പോൾ, അയാൾ അക്യൂസ്ഡ് ആയപ്പെടുമ്പോൾ അയാൾക്കും ഒരു പ്രൈവസി കൊടുക്കണം അൺടിൽ ഹീസ് പ്രൂവൻ ഗിൽട്ടി. അല്ലെങ്കിൽ ഗിൽട്ടായെന്ന് അറിഞ്ഞതിന് ശേഷം അയാൾ എന്ത് ചെയ്തു? അയാളെ തൂക്കിക്കൊന്നു, അല്ലെങ്കിൽ ജീവപര്യന്തം കിട്ടും, അല്ലെങ്കിൽ റിഗ്രസ് ഇംപ്രസൺമെൻറ്റ് കൊടുക്കുക, എന്തൊക്കെ നിയമ സാധ്യതകളുണ്ടോ അതെല്ലാം കൊടുക്കുക. അതൊന്നും വിഷയമുള്ള കാര്യമില്ല. പക്ഷേ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് മുമ്പേ അയാളെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല. അതാണ് നമ്മളുടെ പബ്ലിക്കിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. എല്ലാവരും ജഡ്ജ് ചെയ്യപ്പെടണം. ഒരുപാട് പെൺകുട്ടികൾക്കെതിരെ ഇതുപോലെ ആക്റ്റുകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരു കേസ് നമ്മളടുത്ത് വന്നതാണ്. ഞാനതിന് വേണ്ടി അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്തെടുത്തു. 2 വീട്ടുകാർ തമ്മിലുള്ള അതിർത്തി തർക്കമാണ്. കുട്ടിയുടെ പേരൊന്നും പറയാൻ പറ്റില്ല. അപ്പം ആ വീട്ടിലെ നല്ല കാശുള്ള വീട്ടിലൊരു കുട്ടി, കൊച്ചുകുട്ടി, അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയുടെ അടുത്താണ് ട്യൂഷൻ പഠിക്കുന്നത്. ആ പഠിക്കുന്ന പയ്യൻ 9 വയസ്സുള്ള പയ്യൻ, പെൺകുട്ടിക്ക് 21 വയസ്സ്. അവൾ ട്യൂഷനൊക്കെ പഠിപ്പിച്ചോളൂ. അപ്പോൾ ഈ വീട്ടുകാർ തമ്മിൽ വലിയ സ്നേഹമായിരുന്നു. പിന്നെ എന്തോ ഒരു മതിൽ കെട്ടലിൻ്റെ കാര്യത്തിൽ അവർ തെറ്റി സമയത്ത് ഈ വീട്ടുകാർ കൊണ്ട് പരാതി കൊടുത്തു. ഈ പയ്യനെ ഈ കുട്ടി ലൈംഗികമായി ദുരുപയോഗം ചെയ്തെന്ന്. ട്യൂഷൻ പഠിപ്പിക്കുന്നത് ഒരു ഡ്രോയിങ് റൂമിൽ വെച്ചിട്ടാണ്. ലൈക്ക് അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ബട്ട് കേസെടുത്തു. ആ കുട്ടി നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുന്നിലൊക്കെ പത്രത്തിൽ വാർത്ത വന്നു. ചെറിയ കുളമാണെങ്കിൽ ഒരു വാർത്ത വന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പം കോടതി അത് കണ്ടുപിടിച്ചു. എവിടെ വെച്ചാൽ ട്യൂഷൻ എടുക്കുന്നത്? ട്യൂഷൻ ഡ്രോയിങ് റൂമിൽ വെച്ചിട്ട് എങ്ങനെയാണ് കുട്ടിയെടുത്ത് സെക്ഷലി കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ കയറി പിടിച്ചു എന്നാണ് പരാതി കൊടുക്കുന്നത്. എങ്ങനെയാണ് പിടിക്കുന്നത്? ഒരു ഡ്രോയിങ് റൂമിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പഠിപ്പിക്കുന്നതാണ് കുട്ടിയെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ സ്ത്രീകൾക്കെതിരെ വരുന്നുണ്ട്. വൈ ഷുഡ് മിഷൻ മെൻസ് കമ്മീഷൻ സപ്പോർട്ട് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണ് ട്രിവാൻഡ്രത്തുള്ളൊരു അഡ്വക്കേറ്റിനെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ ആണുങ്ങൾക്ക് മാത്രമല്ല, അവർ ആ സ്ത്രീ എന്നെ ബന്ധപ്പെട്ടു, അവരുടെ അമ്മയാണ് ബന്ധപ്പെട്ടത്, മോനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവരുടെ പൈസയൊന്നുമില്ല, ഏത് വക്കീലിനെ വെക്കണം, ഒരു വക്കീലിനെ അറേഞ്ച് ചെയ്ത് തരാമോ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മളത് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ കുട്ടിക്ക് ബെയിലും കിട്ടി കാര്യങ്ങൾ. പക്ഷേ പെൺകുട്ടികൾക്കെതിരെയും ഇതുപോലത്തെ പോക്സോ മിസ്യൂസുകൾ നടക്കുന്നുണ്ട്. ആണുങ്ങൾ മാത്രമല്ല ഇതിൻ്റെ അകത്ത്, ഒരുപാട് സ്ത്രീകളും ഇതിനകത്ത് ആവശ്യമില്ലാതെ വലിച്ചഴിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. പല ആൾക്കാർക്ക് ഇപ്പം ഭയങ്കര എളുപ്പമല്ലേ ഇത് ഈ കാര്യങ്ങളൊക്കെ. മീൻസ് ഇങ്ങനെ കൊച്ചുകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്കെതിരെ പരാതി കൊടുത്താലും അത് പോലീസ് FIR ഇടും. വളരെ രസകരം. പിന്നെ ചാനലിനും പത്രത്തിനും വളരെ നല്ല കണ്ടൻറ്റുമാണ്. ആ വീഡിയോക്കൊക്കെ ഒരു 5-10 മില്യൺ വ്യൂസൊക്കെ കിട്ടും. ഞാനൊരു 2-3 ക്ലാസിക് എക്സാമ്പിളും കൂടെ പറയാം. നമ്മുടെ മലപ്പുറത്തുള്ള ഒരു അങ്കിള് ഒരു സ്കൂളിൽ പ്യൂണായിരുന്നു. അദ്ദേഹം ക്ലാസ്സിൽ വെച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിച്ചിരിക്കുന്ന ഒരു കമിതാക്കളെ കാണുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. അദ്ദേഹം അത് കണ്ടതിൻ്റെ പേരിൽ അദ്ദേഹം പുറത്ത് പറയാതിരിക്കാനായിട്ട് അവളുടെ കാമുകൻ അയാളെക്കുറിച്ചിട്ട് പരാതി കൊടുക്കുന്നു സ്കൂളിൽ. അയാൾ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ 9 വർഷം ജയിലിൽ കിടന്നതിന് ശേഷം അദ്ദേഹത്തിന് എതിരെ പറഞ്ഞ പെൺകുട്ടി തന്നെ വന്ന് കോടതിയിൽ മൊഴി കൊടുക്കുന്നു. അങ്ങനെ നടന്നിട്ടില്ല, ഈ പയ്യൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം കിടന്ന ഈ 9 വർഷവും ഈ ഇദ്ദേഹത്തെ ശിക്ഷിച്ച ആ ഒരു നഷ്ടം ആർക്കാണ്? അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കും. പിന്നെ ഒരു അധ്യാപകൻ ഇൻറ്റേർണൽ മാർക്സ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി അദ്ദേഹത്തിനെതിരെ പോക്സോ കൊടുത്തു. ആ പെൺകുട്ടി തന്നെ പള്ളിയിൽ വന്ന് സത്യം തുറന്നു പറഞ്ഞു. ഇങ്ങനെ എത്ര കേസുകൾ നടക്കുന്നു. അതിൽ ചിലത് മാത്രം ചില ചാനൽസ് വലിയ പ്രാധാന്യത്തോടു കൂടി വാർത്ത കൊടുക്കാറുണ്ട്. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. പക്ഷേ ഈ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ കൊടുത്ത ഒരുപാട് സോഷ്യൽ മീഡിയാസും വലിച്ചുവാരി കൊടുത്ത മറ്റേ റിയാക്ഷൻ വീഡിയോ എന്ന് സ്വന്തമായിട്ട് കണ്ടിട്ടില്ലാത്തവന്മാരാണ് കുറേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത്. ഓരോരുത്തന്മാരെയൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ അതൊക്കെ അവരുടെ വയറ്റിപ്പഴപ്പാണ്. എന്നെ വെച്ച് തന്നെ റേഷനറി മേടിക്കുന്ന എത്ര പേരുണ്ടെന്നറിയാം. സന്തോഷമാണ്. അവർ എന്നെക്കൊണ്ട് അത്രയെങ്കിലും പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഈ മിഷൻ മെൻസ് കമ്മീഷനിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ സർക്കാർ ഈ പുരുഷന്മാരുടെ റൈറ്റ്സിന് അല്ലെങ്കിൽ അവർക്കൊരു പരിഗണന കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? പുല്ല് വിലയാണ് കൊടുക്കുന്നത് പുരുഷന്മാർക്ക്. അങ്ങനെയല്ല പറയാറുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്ത്രീപക്ഷം നിന്നാൽ മാത്രമേ അവർക്കൊരു മൈലേജ് ഉള്ളൂ എന്നുള്ളതാണ്. അതാണ് അവർ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം എപ്പോഴും ഈ എൽദോസ്
നമ്മുടെ MLA അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ചേർന്നിട്ടാണ് നമ്മളൊരു സാധനം പ്രിൻ്റ് ചെയ്ത് നിയമസഭയിൽ അവതരിപ്പിക്കാനായിട്ട് ഒരു ബില്ലായിട്ട് അവതരിപ്പിക്കാനായിട്ട് രാഹുൽ ഈശ്വറിൻ്റെ ഒക്കെ ഒരു എഫേർട്ടിൻ്റെ പ്രകാരം മിഷൻ മെൻസ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളാണ് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ഒരു തലമുത്ത നേതാവ് അതിനെതിരെ നിന്നു എന്ന് വെച്ചാൽ അങ്ങനെ നമ്മളത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സ്ത്രീ പക്ഷത്തിന് എതിരായി പോകും, അത് നമ്മളെ രാഷ്ട്രീയത്തെ ബാധിക്കും. അതുതന്നെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ചെയ്യുന്നത്. എല്ലാവർക്കും സ്ത്രീകളുടെ വോട്ട് വേണം. ഇപ്പോൾ നമ്മളത് മിഷൻ മെൻസ് കമ്മീഷൻ ബില്ല് കേരള നിയമസഭ പാസ്സാക്കി എന്ന് പറയുമ്പോൾ നിയമസഭ പുരുഷന്മാരോടൊപ്പോ എന്നുള്ള ചിന്ത വരും. അപ്പോൾ കുറേ സ്ത്രീകൾ അവർക്കെതിരാവും എന്നുള്ള പൊളിറ്റിക്കൽ അജണ്ടാസ് ഉണ്ട്. എൻ്റെ അജണ്ട പൊളിറ്റിക്സ് അല്ല. ഇപ്പം ഞാൻ മദ്യപിക്കുന്ന ആളാണ്, ഞാൻ തുറന്നു പറയാൻ അതിന് ഉറപ്പുള്ള ആളാണ്. അപ്പം എനിക്കതിനൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഞാൻ തുറന്നു പറയാം, ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മദ്യപിക്കാതിരിക്കുന്ന ദിവസങ്ങളുണ്ട്. ഞാൻ ശബരിമല വ്രതമെടുക്കുന്ന 41 ദിവസവും കറ തീർന്ന അയ്യപ്പനായിട്ട് ഞാൻ ഒരു തുള്ളി പോലും മദ്യപിക്കാതെ, ഒരു നോൺ വെജും കഴിക്കാതെ, വേറെ ഒരു നോ അടി നോ കുടി അങ്ങനെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരം രീതിയിലാണ്. അപ്പം നമ്മൾ അങ്ങനെ നടക്കാനും നമുക്കറിയാം അത് എന്താണെന്ന്, നമ്മൾ അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നമ്മൾ ഇത് ഒരേ സമയം നമ്മൾ സമ്മതിക്കുന്നത് മദ്യപിക്കുന്ന ആളാണ്, ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ്, പള്ളിയിൽ പോകുന്ന ആളാണ്. ഇപ്പം ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ അതായിരുന്നല്ലോ. ഉണ്ട്. അതിപ്പോൾ എന്താണ് കുഴപ്പം? ഞാൻ പറഞ്ഞില്ലേ, ഈ നാട്ടിൽ കൺസെൻഷ്യലായിട്ട് നടക്കുന്ന ഒരു കാര്യം ഒരു ക്രൈമല്ല. പക്ഷേ മറ്റുള്ളവരെ ഇപ്പം ഒരു അലിഗേഷൻ കൊണ്ടുവന്ന് ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നത് ഒരു വലിയ ക്രൈമല്ലേ? എത്ര പേര് ഇതുപോലുള്ള വ്യാജ കേസുകൾ കൊണ്ടുവന്നിട്ട് അതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? ഉണ്ട്. ഒരു 1000 കേസ് എടുത്താൽ അതിൽ 1-2 പേര് മാത്രം മെനക്കെട്ട് ശിക്ഷ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ പോക്സോ കേസിന് മാത്രമുള്ള ഒരു പ്രത്യേകത ഉണ്ട്, അറിയാമോ? എന്ത് ശിക്ഷയാണോ അക്യൂസിന് കിട്ടേണ്ടിയിരുന്നത് ആ കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ അതേ ശിക്ഷ തന്നെ ഒരു അണിവിട തെറ്റാതെ, ഡിഫമേഷൻ എമൗണ്ട് സെപ്പറേറ്റ് ആണ്, അണിവിട തെറ്റാതെ ഈ വ്യാജ കേസ് കൊടുത്തവർക്ക് കിട്ടും. അതിനുവേണ്ടി പക്ഷെ നമ്മൾ നിരപരാധം തെളിഞ്ഞ ശേഷം നമ്മൾ പുറകെ നടക്കണം, കുറച്ച് മെനക്കെടണം, ഡിഫമേഷനും ഫയൽ ചെയ്യാൻ പറ്റും നമുക്കുണ്ടായ മാനനഷ്ടം കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പം അതെല്ലാം അത് എത്ര പേര് പുറകെ പോകും, ഞാൻ രക്ഷപ്പെട്ടു മതി, ഞാൻ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ പലരും വീട്ടിൽ മതി എന്നുള്ള പക്ഷേ അങ്ങനെ ആരും ഇരിക്കരുത്. ഇത്തരം വ്യാജമായ കേസുകൾ, വ്യാജമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് നമ്മൾ തെളിയിക്കപ്പെട്ടാൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെതിരെ ഫൈറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഇന്നും മിഷൻ മെൻസ് കമ്മീഷൻ സ്ത്രീകൾക്കെതിരോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കെതിരോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ മനഃപൂർവ്വമായി ക്രൈം ചെയ്യുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആൾക്കാരെ അനുകൂലിക്കാനുമല്ല, വ്യാജമായിട്ട് നിവൃത്തികേട് കൊണ്ട് പരാതികളിൽ അല്ലെങ്കിൽ കേസുകളിൽ അകപ്പെട്ടു പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ഒരുത്തനുമില്ല, ഒരു സർക്കാരും ഇല്ല, ഒരു പ്രതിപക്ഷവും ഇല്ല, പിന്നെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പക്ഷവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ചേട്ടന് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം LDF ഉണ്ട്, UDF ഉണ്ട്, BJP ഉണ്ട്. ഇതിൽ കുറച്ചെങ്കിലും പുരുഷന്മാർക്ക് ഫേവറബിളായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി ഏതാണെന്നാണ് തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്നത് എന്തായാലും LDF UDF ഇല്ല, അത് ഉറപ്പാണ്. BJPയുടെ ഒരു അതിൻ്റെ അകത്തുള്ളൊരു നയം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കൃത്യമായ എനിക്കൊരു പൊളിറ്റിക്കൽ അജണ്ട ഇല്ല ടിൽ നൗ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയം വരെ പൊളിറ്റിക്കൽ അജണ്ട ഇല്ലാത്ത ഒരാളാണ് ഞാൻ. SFI പ്രവർത്തകനായിരുന്നു, അത് ഇപ്പോഴും എക്സ്ക്ലമേഷൻ തന്നെ പറയാൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ മാർവേൻസിലാണ് പഠിച്ചത്. അവിടെ സ്പന്ദനം എന്ന് പറഞ്ഞ SFIയുടെ മാഗസിൻ എഡിറ്ററായിരുന്നു ഞാൻ. ആ മാഗസിൻ്റെ ഞാനാണ് അത് കുറച്ചാൾ നിർത്തി വെച്ചത് മാഗസിൻ കൊണ്ടുവന്നതും വീണ്ടും. അത്തരം ഞാൻ സജീവമായ ഒരു SFI പ്രവർത്തകനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനൊരു പ്രവർത്തകരല്ല, പാർട്ടി വിശ്വാസിയല്ല. പക്ഷേ നല്ല കാര്യങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പം ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എപ്പോഴും ഹാറ്റ്സ് ഓഫ് ആണ്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഈ ശബരിമലയിലുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഹൃദയം കൊണ്ട് നമ്മൾ വേദനിപ്പിച്ചു. ഇപ്പോൾ സ്ത്രീ പ്രവേശനം, സ്ത്രീകൾക്ക് എന്താ ശബരിമലയിൽ പ്രവേശിച്ചൂടെ എന്ന് 2018 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതിനുശേഷം ഉണ്ടായത് അത് കണക്റ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഉണ്ടായത് മഹാപ്രളയമാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ രണ്ടും കൂടെ കണക്റ്റഡ് ആണെന്ന് ചേട്ടൻ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഉണ്ടായ സംഭവങ്ങൾ അങ്ങനെയാണ്. ഈ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളി മുതൽ സ്വർണത്തിൻ്റെ മറ്റേ അരഞ്ഞാണം വരെ അടിച്ചുകൊണ്ടുപോയവന്മാരെല്ലാം ഇപ്പം അകത്തല്ലേ ആണോ? അവസാനം ഈ വിഗ്രഹത്തിന് ഒരു കറുപ്പുണ്ട്, നെയ്യഭിഷേകം ചെയ്ത് അതിനെ മാറ്റിപ്പടിക്കണമെന്നുള്ള നിർദ്ദേശം വരുന്ന സെറ്റപ്പായപ്പോഴാണ് പുള്ളിക്കാരൻ റിയാക്ട് ചെയ്തതെന്നാണ് ഇവിടുത്തെ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം 40 ദിവസം വെറുതെ എടുത്ത് മകരവിളക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷമാണ് ഇതൊക്കെ കണക്റ്റഡ്. ഇതൊന്നും യാഥാസ്ഥിതികമായി സംഭവിക്കണമെന്നില്ല, പക്ഷേ ആസ് എ ബിലീവർ ഇതൊക്കെ നമ്മൾ വിശ്വസിച്ച് പോവുകയാണ്. അത്രയും കൊല്ലമില്ലാത്ത പ്രളയമാണ്, വലിയ പ്രളയമാണ് 2018 2018 ഉണ്ടായത്,
അത്രയും ഹ്യൂജ് ഡിസാസ്റ്ററാണ് അതിനുശേഷം. ഇപ്പോൾ സ്ത്രീകൾ അവിടെ കയറിയില്ലെങ്കിൽ പ്രളയം ഉണ്ടാവില്ലെന്ന് വെച്ചാൽ എനിക്കതിന് ഉത്തരവില്ല. പക്ഷേ കണക്ട് ചെയ്ത് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ ഞാനൊരു ബിലീവറാണ് എപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വളരെ അധികം ഞാൻ വളരെ പ്രളയം വന്നത് അതൊരു നാച്ചുറൽ കലാമിറ്റി അല്ലേ ചേട്ടാ? അപ്പോൾ സ്ത്രീകൾ കയറിയത് അല്ലെ, സ്ത്രീകൾ കയറിയത് നാച്ചുറൽ കലാമിറ്റിയും കൂടെ എങ്ങനെയാ ചേട്ടാ നമുക്ക് കോർത്തെടുക്കാൻ പറ്റുക? അത് രണ്ട് കാര്യമാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ വിശ്വാസമാണ്. ഞാൻ പറയുന്നത് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, മനസ്സിലല്ലേ? എൻ്റെ വിശ്വാസം ഞാൻ കോറിലേറ്റ് ചെയ്യുന്ന ഞാൻ ഉണ്ടാക്കുന്ന ബിലീഫാണ്. എൻ്റെ മിത്ത്, എൻ്റെ ബിലീഫ്, അത് എൻ്റെ മാത്രം സ്വാതന്ത്ര്യമാണ്. അല്ല, റിലീജിയൻ നമ്മൾ വേറെ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉപയോഗിക്കരുത്. ഞാനൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ അതേ സമയം തന്നെ ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ്, ഞാൻ വെട്ടുകാട് പോകുന്ന ആളാണ്, ഭീമാപ്പള്ളിയിൽ പോകുന്ന എൻ്റെ എല്ലാ വണ്ടികളിലും ഭീമാപ്പള്ളിയിലെ പച്ച താവീസ് കെട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാത്തിലും എനിക്ക് സപ്പോർട്ടീവായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും, പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ബിലീവ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു വിഷ്ണുമായ ഭക്തനാണ്. അത് ചില ആൾക്കാർ അതിനെ കുട്ടിച്ചാത്തം എന്നൊക്കെ പറയും, എനിക്കറിഞ്ഞൂടാ അങ്ങനെ വിളിക്കാമോ. ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ്. പക്ഷേ നമ്മൾ പ്രവൃത്തിയിൽ കർമ്മയിലൊക്കെ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ പറയുന്ന ഇപ്പോഴും ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ എന്തുകൊണ്ട് ഇത്രയും നാൾ മൂടി വയ്ക്കപ്പെട്ട ഈ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള കേസുകൾ എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതാണ്. അതും ഇതുപോലെ മൂടി പോകേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പോൾ ലാസ്റ്റ് മകരവിളക്കിന് പോയ ഞാൻ കണ്ട കാഴ്ച ഞാൻ പറയാം. വളരെ കൃത്യമായ രീതിയിൽ ശബരിമല ഇപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ പെർഫെക്റ്റാണ്. സത്യം പറഞ്ഞാൽ ആ മകരവിളക്കിലെ ക്രൗഡ് പോലും ഹൂവർ ഇറ്റ് ഈസ്, ഇപ്പോൾ ADGP ശ്രീജിത്തിൻ്റെ കഴിവാണോ അല്ലെങ്കിൽ പുതിയ പ്രസിഡന്റ് ജയകുമാറിൻ്റെ കഴിവാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പഴയ ആൾക്കാർ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് നോൺ സ്റ്റോപ്പായിട്ട് മകരവിളക്കിന് പോകുന്ന ഒരാളാണ്. ഈ മകരവിളക്കിൽ എനിക്ക് കാണാൻ പറ്റിയത് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ശബരിമല പോലെ ഒരു ഫ്ലോസ് കാണാൻ പറ്റിയിട്ടില്ല അതിൻ്റെ അകത്ത്.